ഞാൻ ഈ വീഡിയോ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ ഒരു സാഹചര്യം കൊണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതെൻ്റെ ഒരു ചെറിയ സ്റ്റോറിയാണ്. നിസാം ഖാൻ്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങളെ മുന്നിൽ നിർബന്ധമായപ്പോൾ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നത് എൻ്റെ ഒരു 10 പവൻ ഗോൾഡായിരുന്നു കേട്ടോ. എന്നാൽ ഓക്കെ, അത് വിട്ടിട്ട് നമുക്ക് ലീസിന് സെറ്റിലാവാം, വാടക കൊടുക്കാത്തൊരു രീതിയിൽ സെറ്റിലാവാമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗോൾഡ് വിൽക്കാൻ ജ്വല്ലറി പോയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ട അത്രയും എമൗണ്ട് സെറ്റിലായതില്ല. അന്ന് സ്വർണത്തിനൊന്നും ഇത്ര വില ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു സാഹചര്യത്തിലാണ് മെഹർ കൂടി വെക്കാന്നുള്ളൊരു ഡിസിഷനിലേക്ക് ഞങ്ങൾ എത്തുന്നത്. എനിക്കത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ നിസാം ഖാൻ്റെ പേരെഴുതിയ ലോക്കറ്റ് ഞങ്ങൾ വിറ്റില്ല. ചെയിൻ വിൽക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ജ്വല്ലറി പോയിട്ടോ. പക്ഷെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവർ ആ ചെയിന് ഉരുക്കി കറുപ്പിച്ച് കളഞ്ഞു. ജ്വല്ലറിയിൽ നിന്ന് എന്തായാലും അങ്ങനെ ചെയ്യുമല്ലോ. പക്ഷെ അതെൻ്റെ മുന്നിൽ എൻ്റെ കണ്ണിൽ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻറ്റ് പോലെ ആയിട്ടോ. അത് സാംക്ക് എന്നോട് പറഞ്ഞിട്ടായിരുന്നു എന്തായാലും ഞാനൊരു പവൻ കൂട്ടി വാങ്ങി തരുന്നത്. പക്ഷേ വിത്തിൻ 1 ഇയർ കൊണ്ട് തന്നെ സാംക്ക് പൈസ സേവ് ചെയ്ത് എനിക്ക് ആ മെഹർ സെറ്റാക്കി തന്നു. ഒരു പവൻ കൂട്ടി തന്നെ വാങ്ങി തന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ഈ ഒരു കാര്യത്തിൽ സാംഖാനെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് കൂട്ടത്തിലൊരു കമ്മൽ കൂടി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു.